നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തൃശൂർ പൂര വിവാദത്തിൽ നടപടിയെടുത്ത സർക്കാർ. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെ സ്ഥലം മാറ്റും. അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രി. തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും സ്ഥലം മാറ്റാൻ തീരുമാനം. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും കടന്നാക്രമിച്ച് ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി. ഹേമന്ത് സോറിന് പിന്തുണയുമായി നേതാക്കൾ. റാലിയിൽ പങ്കെടുത്ത സുനിത കെജ്രിവാളും. റാലിക്കിടെ സീറ്റിന്റെ പേരിൽ അണികൾ ഏറ്റുമുട്ടി. കോൺഗ്രസിന്റെ മുഖം കാണാൻ പോലും ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വന്തം തെറ്റുകളുടെ ഫലമാണ് കോൺഗ്രസ് ഇപ്പോൾ അനുഭവിക്കുന്നത്. തോൽവി ഭയന്ന് കോൺഗ്രസ് നേതാക്കൾ രാജ്യസഭ തെരഞ്ഞെടുക്കുകയാണെന്നും രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രിയെയും രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ രണ്ടുപേർക്കും ഒരേ സ്വരമെന്ന് വിമർശനം. പരസ്യങ്ങളിൽ കേരളത്തെക്കുറിച്ച് BJP തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നും മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസ്യത വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതിയെക്കുറിച്ച് ഇല്ലെന്ന് പറഞ്ഞതിന് VD സതീശൻ കളിയാക്കി. പ്രതിപക്ഷ നേതാവിന്റെ തലയ്ക്കെന്തോ തകരാറുണ്ടെന്നും മുഖ്യമന്ത്രി. തന്നെ വിമർശിക്കുന്നവരുടെ മുഴുവൻ സമനില തെറ്റിയെന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കാണ് പ്രശ്നമെന്ന് VD സതീശൻ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് വെള്ളിയാഴ്ച. ആലത്തൂരിൽ 5000 ഇരട്ട വോട്ടെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. ക്രമക്കേടിന് ഉദ്യോഗസ്ഥ ഒത്താശയെന്നും ആരോപണം. ബോധപൂർവം നിലനിർത്തിയ വോട്ടുകൾക്കെതിരെ പരാതി നൽകുമെന്നും രമ്യ ഹരിദാസ് 24നോട്. പത്തനംതിട്ട മെഴുവേലിയിൽ മരിച്ചയാളുടെ പേരിൽ മരുമകൾ കള്ളവോട്ട് ചെയ്ത സംഭവത്തിൽ 3 പേർക്ക് സസ്പെൻഷൻ. 2 പോളിംഗ് ഓഫീസർമാർക്കും BLOക്കുമെതിരെയാണ് നടപടി. കള്ളവോട്ട് വാർത്ത 24 ആണ് പുറത്തുകൊണ്ടുവന്നത്. ഒന്നാം ഘട്ട പോളിംഗ് വിലയിരുത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2019-ലേതിനേക്കാൾ 4% പോളിംഗ് കുറഞ്ഞതായി വിലയിരുത്തൽ. വോട്ടെടുപ്പ് നടന്ന 21-ൽ 19 ഇടങ്ങളിലും പോളിംഗ് നിരക്ക് കുറഞ്ഞു. പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ഇരുമുന്നണികളും ആശയക്കുഴപ്പത്തിൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കണ്ണിന് പരിക്കേറ്റതിന് പിന്നിൽ ബോധപൂർവമായ ആക്രമണമെന്ന് കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാർ. ആക്രമിക്കാൻ മനഃപൂർവ്വം തിക്കും തിരക്കും ഉണ്ടാക്കിയെന്ന ആരോപണം. മുളവനച്ചന്തയിലെ സ്വീകരണ പരിപാടിക്കിടെയാണ് കൃഷ്ണകുമാറിന് കണ്ണിന് പരിക്കേറ്റത്. മുസ്ലിം ലീഗിനും സമസ്തയ്ക്കുമിടയിൽ ഭിന്നിപ്പുണ്ടെന്ന് തുറന്നു പറഞ്ഞ് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം. ഭിന്നിപ്പില്ലെന്ന ലീഗ് നേതാക്കളുടെ വാദം തെറ്റ്. ലീഗ് നേതാക്കൾ സമസ്തയ്ക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്നും ഉമർ ഫൈസി മുക്കം 24നോട്. കോൺഗ്രസ് പ്രകടന പത്രികയിൽ പൗരത്വ നിയമത്തെക്കുറിച്ച് പരാമർശമില്ലെന്ന ആരോപണം തെറ്റെന്ന് കോൺഗ്രസ് നേതാവ് P ചിദംബരം. BJP കൊണ്ടുവന്ന എല്ലാ കരിനിയമങ്ങളും റദ്ദാക്കുമെന്നാണ് 22-ാം പേജിലെ പരാമർശം. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ CAA റദ്ദാക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട എന്നും P ചിദംബരം. മോദിയും BJPയും രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുന്നുവെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. വർഗീയ അജണ്ടയിലൂടെ നേട്ടമുണ്ടാക്കാനാണ് BJPയുടെ നീക്കം. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കാർഷിക പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നില്ല എന്നും പ്രകാശ് കാരാട്ട്. കെജ്രിവാളിന്റെ അറസ്റ്റിനെ അപലപിച്ച രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് വിരോധാഭാസമെന്ന് CPI ദേശീയ ജനറൽ സെക്രട്ടറി D രാജ. പിണറായി വിജയനെ വിമർശിക്കുന്നത് വഴി രാഹുൽ നൽകുന്ന സന്ദേശം എന്താണെന്നും D രാജയുടെ ചോദ്യം. മോദി പിണറായി ഭായി ഭായി എന്ന് രമേശ് ചെന്നിത്തല. കോൺഗ്രസ് തകരണമെന്ന് BJPയെ പോലെ CPIMും ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രം സംസാരിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല. നെടുങ്കണ്ടത്ത് ജപ്തി നടപടിക്കിടെ ആത്മഹത്യ ചെയ്ത യുവതിയുടെ മൃതദേഹവുമായി ബാങ്കിന് മുന്നിൽ പ്രതിഷേധം. SNDP നെടുങ്കണ്ടം യൂണിയന്റെ നേതൃത്വത്തിലാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുന്നിൽ പ്രതിഷേധം നടന്നത്. തൃശൂർ പൂരത്തിന് ആചാരങ്ങൾ അറിയാത്ത പോലീസുകാർ ഡ്യൂട്ടിക്കെത്തുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. വരും കാലങ്ങളിൽ അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തും. പൂരത്തിനെതിരെ പ്രത്യേക NGOകളുടെ നേതൃത്വത്തിൽ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും VS സുനിൽകുമാർ ആരോപിച്ചു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJPക്ക് മൈലേജ് ഉണ്ടാക്കാനാണ് ശ്രമം. മന്ത്രിമാരെക്കാളും മുകളിലാണോ DGP എന്നും VD സതീശൻ. ശബരിമലയുടെ ആവർത്തനമാണ് തൃശൂർ പൂരത്തിൽ നടന്നതെന്ന് MM ഹസൻ. വിശ്വാസത്തെ തകർക്കാനാണ് LDFന്റെ ശ്രമം. കാര്യങ്ങൾ BJPക്ക് അനുകൂലമാക്കാനുള്ള നടപടിയാണ് നടക്കുന്നതെന്നും MM ഹസൻ. പൊന്മുടി മരമുറിക്കലിൽ കൃത്യമായ കണക്കില്ലാതെ വനംവകുപ്പ്. വനത്തിനുള്ളിൽ നിന്ന് കൂടുതൽ മരങ്ങൾ മുറിച്ചു മാറ്റിയതുപോലും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. 24 ഫോളോ അപ്പ്.
കണ്ണൂർ ആറളത്തും അനധികൃത മരം മുറിക്കലെന്ന് പരാതി. വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തിയിൽ പുനരധിവാസ മേഖലയിലെ മരം മുറിക്കാനായിരുന്നു അനുമതി. വന്യജീവി സങ്കേതത്തിനകത്തെ മരങ്ങൾ മുറിച്ചു എന്ന് പരാതി. ഫ്ലൈയിംഗ് സ്ക്വാഡ് DFOയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന പരാതിയിൽ CPIM നേതാവിനെതിരെ കേസ്. കാസർഗോഡ് ബളാൽ കരോട്ടിച്ചാൽ ബ്രാഞ്ച് മുൻ സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ മധുവിനെതിരെയാണ് വെള്ളരിക്കുണ്ട് പോലീസ് കേസെടുത്തത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ വ്യാജവാർത്ത പ്രചരിക്കുന്നതിൽ കേസെടുത്ത് പോലീസ്. വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് വ്യാജവാർത്ത പ്രചരിച്ചത്. സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. എറണാകുളം സൗത്ത് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് കർണാടകയിൽ നിന്ന്. വഴിത്തിരിവായത് കാർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം. സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ മുഹമ്മദ് ഇർഫാൻ സ്ഥിരം കുറ്റവാളിയെന്ന് പോലീസ്. കേരളത്തിൽ മുമ്പും മോഷണം നടത്തിയെന്ന് കണ്ടെത്തി. പ്രതിയെ നാളെ കൊച്ചിയിലെത്തിച്ചേക്കും. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരെ വീണ്ടും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘന പരാതിയുമായി UDF. കുടുംബശ്രീ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നാണ് പരാതി. ആലുവ ഇരട്ടക്കവർച്ചാ കേസിലെ പ്രതികളെ അജ്മീറിൽ നിന്ന് ആലുവയിലെത്തിച്ചു. അറസ്റ്റ് നടപടിക്കിടെ കേരള പോലീസിന് നേരെ വെടിയുതിർത്തതിന് പ്രതികൾ റിമാൻഡിലായിരുന്നു. ഉത്തരാഖണ്ഡ് സ്വദേശികളായ ഇരുവരെയും മോഷണം നടന്ന സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ബിയർ പാർലറിലുണ്ടായ കത്തിക്കുത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. ആക്രമണം പിറന്നാൾ പാർട്ടിക്കിടെ ഉണ്ടായ സംഘർഷത്തിന് പിന്നാലെ. CCTV ദൃശ്യങ്ങൾ പുറത്ത്. 5 പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. ന്യൂയോർക്കിലെ ബ്രുക്ലിൻ ആർമി ടെർമിനലിലെ കപ്പലിൽ പാർട്ടിക്കിടെ കത്തിയാക്രമണം. 3 പേർക്ക് കുത്തേറ്റു. 1000-ലധികം യാത്രക്കാരെ ഒഴിപ്പിച്ചു. ആക്രമണമുണ്ടായത് കോർണോകോപ്പിയ മജസ്റ്റി എന്ന കപ്പലിൽ. അന്വേഷണം ആരംഭിച്ച് പോലീസ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിനുള്ളിൽ കൊലപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഗൂഢാലോചന നടത്തുന്നുവെന്ന് ഡൽഹി മന്ത്രി സൗരവ് ഭരദ്വാജ്. ജയിലിൽ ഡയബറ്റോളജിസ്റ്റ് ഇല്ലാത്തത് ഇതിന്റെ തെളിവ്. ഗൂഢാലോചനയിൽ BJPയുടെ പങ്ക് വ്യക്തമായെന്നും സൗരവ് ഭരദ്വാജ്. മലപ്പുറം ചങ്ങരംകുളത്ത് ഇരുമ്പ് ഷീറ്റ് തലയിൽ വീണ യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇരുമ്പ് ചട്ടക്കൂടുള്ള ഷീറ്റ് വീണത് ഹെൽമറ്റ് ധരിച്ചതിന് തൊട്ടു പിന്നാലെ. അപകടം കടയിൽ നിന്നിറങ്ങി സ്കൂട്ടറിലേക്ക് കയറുമ്പോൾ. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ അധിക്ഷേപ പരാതിയിൽ വീണ്ടും കേസ്. യൂത്ത് ലീഗ് പ്രവർത്തകൻ ഷഫീഖിനെതിരെയാണ് പേരാമ്പ്ര പോലീസ് കേസെടുത്തത്. തനിക്കെതിരെ അധാർമികമായ സൈബർ ആക്രമണം ഉണ്ടായെന്ന് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ തന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തു. ഇലക്ഷന് ജയിക്കാൻ വ്യാജ ആരോപണങ്ങളൊന്നും തനിക്ക് പറയേണ്ടതില്ല എന്നും KK ശൈലജ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി യമനിലെ ഏദനിലെത്തി. മോചനദ്രവ്യം എന്ന ഉപാധി ചർച്ചയിലില്ലെന്നും മാപ്പപേക്ഷിക്കാനാണ് യമനിൽ എത്തിയതെന്നും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോം 24നോട്. 500-ലധികം വൃക്ഷത്തൈകൾ നട്ട് അമേരിക്കയിൽ ഭൗമദിനം ആചരിച്ച 24ന്റെ സീ ടു സ്കൈ ടീം. ന്യൂയോർക്കിൽ ബീച്ച് ശുചീകരണം നടത്തിയും മിഷിഗണിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പദ്ധതിയിലും പങ്കുചേർന്ന് പ്രകൃതിയെ ചേർത്ത് പിടിച്ച് വിദ്യാർത്ഥികൾ. കുതിപ്പ് തുടർന്ന് കൊച്ചി വാട്ടർ മെട്രോ. ഫോർട്ട് കൊച്ചിയിലേക്കുള്ള സർവീസ് ആരംഭിച്ചു. 40 രൂപയാണ് നിരക്ക്. ഫോർട്ട് കൊച്ചിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ സർവീസ് കരുത്താകുമെന്ന് വിലയിരുത്തൽ. ആലപ്പുഴ ജില്ലയിൽ 2 കൂടി പക്ഷിപ്പനിയെന്ന് സംശയം. മുട്ടാർ, അമ്പലപ്പുഴ, വടക്ക് പഞ്ചായത്തുകളിലെ താറാവുകളിലാണ് പക്ഷിപ്പനി സംശയിക്കുന്നത്. അതിർത്തികളിൽ പരിശോധന ശക്തമാക്കും. ജോലിക്കിടെ മദ്യപിച്ച KSRTC ജീവനക്കാർക്കെതിരെ വീണ്ടും കൂട്ട നടപടി. 97 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 40 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. പിടിവീണത് ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ. എരുമപ്പെട്ടിയിൽ അതിഥി തൊഴിലാളി കിണറ്റിൽ വീണ് മരിച്ചു. ബീഹാർ സ്വദേശി മധുരേഷ് കുമാറാണ് മരിച്ചത്. കിണറിന് സമീപം ഇരുന്ന് ഫോൺ ചെയ്യുന്നതിനിടയിലാണ് അപകടം. മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറ വളവിൽ ലോറി മറിഞ്ഞ അപകടം. ഡ്രൈവർക്കും സഹായിക്കും പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടം പുലർച്ചെ 4:30. പാലക്കാട് രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച പണം പിടികൂടി. 2 മഹാരാഷ്ട്ര സ്വദേശികളിൽ നിന്നായി പിടികൂടിയത് 20 ലക്ഷം രൂപ. വാളയാറിൽ നിന്നും കൂട്ടുപാതയിൽ നിന്നുമാണ് പണം പിടിച്ചെടുത്തത്. കോയമ്പത്തൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് ബസ്സിൽ സഞ്ചരിക്കവെയാണ് പണം പിടികൂടിയത്. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയിൽ അരിമ്പൂർ മേഖലയിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്ന് പരാതി. കഴിഞ്ഞ ദിവസം ഇവിടെ അപകടത്തിൽപ്പെട്ടത് 3 വാഹനങ്ങൾ.
കൂത്താട്ടുകുളം പാലക്കുഴിയിൽ BJPയുടെ ബൂത്ത് ഓഫീസിന് തീയിട്ടു. ഇന്നലെ രാത്രിയിലാണ് സംഭവം. പോലീസ് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് വീട്ടിൽ മോഷണം. 15 പവൻ സ്വർണം കവർന്നു. നടക്കാവ് പോലീസ് അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം പാലോട് ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന പാലോട് പാണയം പൂരംവില്ലയിൽ ദുർഗേഷാണ് മരിച്ചത്. ഇടുക്കി മുള്ളരിങ്ങാട്ട് മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷം. കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് പതിവെന്ന് നാട്ടുകാർ. കാട്ടാനശല്യത്തിന് പരിഹാരം കാണാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം. കാസർഗോഡ് മഞ്ചേശ്വരം വോർക്കാടി കുമ്പള പഞ്ചായത്തുകളിൽ ജല അതോറിറ്റി പൈപ്പ് ലൈൻ വഴിയുള്ള ജലവിതരണം നിലച്ചു. ഉപ്പളപ്പുഴ വറ്റിയതും ചെറിയപ്പുഴയിലെ വെള്ളത്തിൽ ഉപ്പിന്റെ അംശം കൂടിയതുമാണ് ജലവിതരണം മുടങ്ങാൻ കാരണം. കേര കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന കൊടുങ്ങല്ലൂർ ശാന്തിപുരം കാട്ടകത്ത് KS മുഹിയുദ്ദീൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. SN പുരം മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാട്ടകത്ത് സെയ്ദു ഹാജിയുടെ മകനാണ്. നൂർജഹാനാണ് ഭാര്യ. മുഹമ്മദ് സയ്യിദ്, സജിത്ത്, സനിത എന്നിവർ മക്കളാണ്. തഫ്ന, ഷമീമ, റാഫി എന്നിവർ മരുമക്കൾ. ഖബറടക്കം നടന്നു. കാത്തലിക് നഴ്സസ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ കേരള റീജിയണൽ സ്റ്റേറ്റ് മീറ്റ് കൊല്ലം കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിൽ വെച്ച് നടന്നു. സ്റ്റേറ്റ് മീറ്റിംഗിൽ വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നും ഏറ്റവും മികച്ച ആതുര സേവനത്തിനുള്ള അവാർഡ് ലീന PP ചക്കിയത്തിന് ലഭിച്ചു. പ്രധാന അറിയിപ്പുകൾ. ഡബ്ബിംഗ് ആർട്ടിസ്റ്റാകാൻ താൽപ്പര്യമുള്ളവർക്കായി ഫെഫ്ക ഡബ്ബിംഗ് യൂണിയന്റെ നേതൃത്വത്തിൽ ശബ്ദപരിശോധന നടത്തുന്നു. മലയാള സിനിമയിലെ പ്രശസ്ത സംവിധായകരുടെയും സൗണ്ട് എഞ്ചിനീയേഴ്സിന്റെയും സാന്നിധ്യത്തിലായിരിക്കും പരിശോധന. SSLC പാസ്സായിട്ടുള്ള 18 മുതൽ 50 വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷ നൽകാം. അവസാന തീയതി ഈ മാസം 30. അപേക്ഷകൾ അയക്കേണ്ട വിലാസം പൂർണ്ണ KRWA 12, കട്ടച്ചൽ റോഡ്, തിരുമല PO, തിരുവനന്തപുരം. UGC നെറ്റ് ജൂൺ 2024 അപേക്ഷകൾ ക്ഷണിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 10. തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജിയിൽ PhD പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മെയ് 7 വരെ അപേക്ഷ നൽകാം. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ദേശീയ വാർത്തകൾ. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ശ്മശാനത്തിൽ മതിൽ തകർന്ന് അപകടം. ഒരു കുട്ടി ഉൾപ്പെടെ 4 പേർക്ക് ദാരുണാന്ത്യം. അന്വേഷണം ആരംഭിച്ച് പോലീസ്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റിനെ ഏറ്റുമുട്ടലിൽ വധിച്ചു. ഏറ്റുമുട്ടൽ ബീജാപൂരിലെ ബൈറാംഗഡിൽ. കങ്കർ ഏറ്റുമുട്ടലിൽ വധിച്ച 29 മാവോയിസ്റ്റുകളെയും തിരിച്ചറിഞ്ഞു. കൊല്ലപ്പെട്ടവരിൽ 14 പേരും നിരോധിത സംഘടനയിൽ പ്രവർത്തിച്ചവരെന്ന് പോലീസ്. ജമ്മുകശ്മീരിൽ ഭീകരരുടെ ഒളിത്താവളം തകർത്ത് സുരക്ഷാ സേന. അർനാസ് മേഖലയിലെ കേന്ദ്രമാണ് തകർത്തത്. വൻ ആയുധശേഖരവും കണ്ടെടുത്തു. തമിഴ്നാട് മധുരയിൽ ടിഫിൻ ബോക്സ് ബോംബാക്രമണം. 2 പേർക്ക് പരിക്കേറ്റു. ക്ഷേത്രച്ചടങ്ങുമായി ബന്ധപ്പെട്ട മുൻവൈരാഗ്യത്തെ തുടർന്നാണ് ആക്രമണമുണ്ടായത്. 8 പേർക്കെതിരെ കേസ്. അന്തർ സംസ്ഥാന തോക്ക് റാക്കറ്റ് സംഘത്തെ പിടികൂടി ഡൽഹി പോലീസ്. പ്രതിയുടെ പക്കൽ നിന്ന് 3 സെമി ഓട്ടോമാറ്റിക് പിസ്റ്റളുകൾ കണ്ടെത്തി. തമിഴ്നാട് വെല്ലൂരിൽ കടവരാന്തയിൽ ഉറങ്ങിക്കിടന്ന വയോധികയെ തലക്കടിച്ചു കൊന്നു. 75-കാരിയായ ചിന്നക് ചിദ്ദയാണ് കൊല്ലപ്പെട്ടത്. നടുക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഛത്തീസ്ഗഡ് മദ്യ അഴിമതി കേസിൽ മുൻ IAS ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്ത് ED. അനിൽ തുദേജയുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഹിമാചൽ പ്രദേശിൽ കനത്ത മഞ്ഞുവീഴ്ച. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 104 റോഡുകളും 3 ദേശീയപാതകളും അടച്ചതായി സംസ്ഥാന ഏജൻസി ഓപ്പറേഷൻ സെന്റർ. രാജ്യാന്തര വാർത്തകൾ. ഇസ്രയേലിന് സാമ്പത്തിക സഹായവുമായി അമേരിക്ക. $25 ബില്യൺ സുരക്ഷാ സഹായമാണ് നൽകുക. യുക്രൈൻ $60.84 ബില്യൺ നൽകും. നന്ദി പറഞ്ഞ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. ഖാൻ യൂനിസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിൽ കൂട്ടക്കുഴിമാടം കണ്ടെത്തി. പലസ്തീൻ എമർജൻസി സർവീസാണ് കുഴിമാടം കണ്ടെത്തിയത്. അന്വേഷണം തുടരുന്നു. യുക്രൈനിലുള്ള അമേരിക്കൻ സഹായത്തിൽ വിമർശനവുമായി റഷ്യ. സാമ്പത്തിക സഹായം യുക്രൈനിൽ കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ്. അമേരിക്ക നൽകിയത് $25 ബില്യൺ സഹായം. തെക്കൻ ലെബനനിൽ ഇസ്രയേൽ ആക്രമണം. 3 പേർ കൊല്ലപ്പെട്ടതായി ഹിസ്ബുല്ല. 2 പേർക്ക് പരുക്ക്. ജപ്പാനിൽ സൈനിക ഹെലികോപ്റ്റർ തകർന്ന അപകടം. 2 പേർ മരിച്ചു. 7 പേരെ കാണാതായി. ഒരാളെ രക്ഷപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ.
തകർന്ന ബാൾട്ടിമോർ പാലത്തിന് പകരം മൂന്നാമത്തെ താൽക്കാലിക ചാനൽ തുറന്നു. പാലത്തിന്റെ തകർച്ച മൂലമുണ്ടായ 15% വാണിജ്യ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ കഴിയും. പാലം തകർന്നതിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തുടരുന്നു. ടിക്ടോക്ക് നിരോധന ബിൽ പാസാക്കിയ അമേരിക്കൻ ജനപ്രതിനിധി സഭ. ബിൽ പാസായത് 58-നെതിരെ 360 വോട്ടുകൾക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി റദ്ദാക്കി ഡൊണാൾഡ് ട്രംപ്. മോശം കാലാവസ്ഥയെ തുടർന്നാണ് തീരുമാനം. ഹാഷ്മണി കേസിൽ വിചാരണ ആരംഭിച്ച ശേഷമുള്ള ആദ്യത്തെ പ്രചാരണ റാലിയാണ് റദ്ദാക്കിയത്. മാലദ്വീപിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. രാജ്യത്താകെ 600 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിരുന്നത്. പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവിന്റെ ഇന്ത്യ വിരുദ്ധ ചൈനീസ് അനുകൂല നിലപാടുകളുടെ ഫലനിർണയ വേള കൂടിയാകും തെരഞ്ഞെടുപ്പ്. ഫലപ്രഖ്യാപനം 7 ദിവസത്തിനകം. സ്പെയിനിലെ കാനറി ദ്വീപുകളിൽ വിനോദസഞ്ചാരത്തിന് അമിത പ്രാധാന്യം നൽകുന്നതിനെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി പതിനായിരങ്ങൾ. ടൂറിസത്തിന്റെ അമിത പ്രാധാന്യം ദ്വീപിനെ നശിപ്പിക്കുമെന്ന് വാദം. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ബിസിനസ് വാർത്തകൾ. ജനങ്ങൾക്ക് നൽകുന്ന സൗജന്യങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ധവളപത്രം ഇറക്കണമെന്ന് മുൻ RBI ഗവർണർ D. സുബ്ബറാവു. രാഷ്ട്രീയ സൗജന്യങ്ങൾ നൽകുന്നതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പരാമർശം. ഡ്രൈവറില്ലാ വാഹന സോഫ്റ്റ്വെയറിന്റെ വില കുറച്ച് ടെസ്ല. ഫുൾ സെൽഫ് ഡ്രൈവിംഗ് സോഫ്റ്റ്വെയറിന്റെ വില $12,000 നിന്ന് $8,000 കുറച്ചു. 2020 ലോകകപ്പിൽ ഐറിഷ്, സ്കോട്ടിഷ് ടീമുകളെ സ്പോൺസർ ചെയ്യാൻ കർണാടകയിലെ പാൽ ബ്രാൻഡ് നന്ദിനി. ഇരു ടീമുകളുടെയും ടീം ജേഴ്സിയിൽ നന്ദിനി ലോഗോ ഉണ്ടാകും. AI ടൂളുകൾ അവതരിപ്പിക്കാനൊരുങ്ങി ഷവോമി 14 സീരീസ്. AI സർപ്രൈസ് വാൾപേപ്പർ ഫീച്ചറും ഫോണിൽ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ. ചൈനയിൽ അവതരിപ്പിച്ച് വിവോ Y200i. ആൻഡ്രോയിഡ് 14 അടിസ്ഥാനമാക്കിയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെയാണ് പ്രവർത്തനം. കായിക വാർത്തകൾ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ പ്രതീക്ഷയിൽ ഇന്ത്യയുടെ D. ഗുകേഷ് ഇന്നിറങ്ങും. കാൻഡിഡേറ്റ്സ് ചെസ്സിന്റെ അവസാന റൗണ്ടിൽ ജയിച്ചാൽ ഗുകേഷിന് യോഗ്യത നേടാം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആവേശജയവുമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. അവസാന ഓവർ വരെ നീണ്ട പോരാട്ടത്തിൽ ബംഗളൂരുവിനെതിരെ 1 റണ്ണിന്റെ വിജയമാണ് കൊൽക്കത്ത സ്വന്തമാക്കിയത്. സ്പാനിഷ് ലീഗിൽ ഇന്ന് എൽ ക്ലാസിക്കോ പോരാട്ടം. റയൽ മാഡ്രിഡ് ബാഴ്സലോണയെ നേരിടും. രാത്രി 12:30 റയലിന്റെ തട്ടകത്തിലാണ് പോരാട്ടം. മേജർ ലീഗ് സോക്കറിൽ ലിയോണൽ മെസ്സിയുടെ മികവിൽ ഇന്റർ മയാമിക്ക് മിന്നും ജയം. 1-നെതിരെ 3 ഗോളിന് നാഷ്വില്ലയെ തോൽപ്പിച്ചു. കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. ഐശ്വര്യ റായിയുടെയും അഭിഷേക് ബച്ചന്റെയും വിവാഹ വാർഷികത്തോടനുബന്ധിച്ചെടുത്ത ചിത്രം വൈറൽ. ചിത്രം ഏറ്റെടുത്ത് ആരാധകർ. ഭിന്നശേഷിക്കാർക്ക് സ്കൂട്ടർ സമ്മാനിച്ച് നടൻ രാഘവ ലോറൻസ്. 13 പേർക്കാണ് സ്കൂട്ടർ സമ്മാനിച്ചത്. വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ച് താരം. ഗാനഗന്ധർവൻ KJ യേശുദാസിനെ അമേരിക്കയിലെ വസതിയിലെത്തി സന്ദർശിച്ച് KS ചിത്ര. സംഗീത പരിപാടിയുടെ ഭാഗമായിട്ടാണ് ചിത്ര അമേരിക്കയിലെത്തിയത്. ഷാറുഖ് ഖാന്റെ മകൾ സുഹാന ഖാന്റെ ഇറ്റലിയിൽ നിന്നുള്ള ചിത്രങ്ങൾ വൈറൽ. ചിത്രങ്ങളെ പ്രശംസിച്ച് ആരാധകർ. വൈറൽ ട്രെൻഡ്സ്. സമൂഹമാധ്യമങ്ങളിൽ തരംഗമായി എറണാകുളം പള്ളിക്കര സ്വദേശി ലീലാമ്മ ജോൺ. പട്ടാമ്പിയിൽ കല്യാണത്തലേന്ന് കളിച്ച ഡാൻസ് കണ്ടത് ലക്ഷക്കണക്കിന് ആളുകൾ. ഫാക്ട് ചെക്ക്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമൈനിയെ ഫോബ്സ് മാഗസിൻ ആദരിച്ചു എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജം. ഫോബ്സ് മാഗസിൻ ഖൊമൈനിയുടെ ചിത്രം മുഖചിത്രമായി പ്രസിദ്ധീകരിച്ചു എന്നാണ് പ്രചരിപ്പിക്കുന്നത്. വാർത്ത വ്യാജമാണെന്ന് മാഗസിൻ വ്യക്തമാക്കി. നോക്കാമിനി നാളത്തെ വാർത്തകൾ. തിരുവനന്തപുരം വെള്ളയമ്പലം ഉദാരശിരോമണി റോഡ്, ഇടപ്പഴഞ്ഞി, വഴുതക്കാട് എന്നിവിടങ്ങളിൽ നാളെ മുതൽ ജലവിതരണം തടസ്സപ്പെടും. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി പുതുതായി സ്ഥാപിച്ചിട്ടുള്ള പൈപ്പ് ലൈൻ ചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് നിയന്ത്രണം. ആലപ്പുഴ വെസ്റ്റ് തോട്ടത്തോട് പാലം പൊളിക്കുന്നതിനാൽ നാളെ മുതൽ ഗതാഗത നിയന്ത്രണം. തോണ്ടൻകുളങ്ങര, കൊറ്റംകുളങ്ങര വരെയും കിഴക്കേ തോട്ടത്തോട് പാലം മുതൽ പടിഞ്ഞാറത്തോട് വരെയുള്ള വാഹന ഗതാഗതം പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഉണ്ടാകും. കോട്ടയം വൈക്കം കടുത്തുരുത്തി ലെവൽ ക്രോസിംഗ് ഗേറ്റ് നാളെ അടച്ചിടും. അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ അടച്ചിടുമെന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു.
ഇടുക്കി നെടുങ്കണ്ടം കട്ടപ്പന വണ്ടൻമേട് സബ്സ്റ്റേഷനുകളുടെ പരിധിയിൽ നാളെ വൈദ്യുതി നിയന്ത്രണം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ രാവിലെ 8:30 മുതൽ 3:30 വരെ. എറണാകുളം സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ നാളെ മുതൽ സൗജന്യ മെഡിക്കൽ പരിശോധന നടത്തും. ENT വിഭാഗത്തിലാണ് സൗജന്യ പരിശോധന. നോക്കാം ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. അമൃത്സറിൽ ഡ്രോൺ ഉപയോഗിച്ച് കടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് പിടികൂടി. 2.7 കിലോഗ്രാം ഭാരമുള്ള 3 പാക്കറ്റ് ഹെറോയിൻ ഡ്രോണിൽ കെട്ടിവെച്ച നിലയിലാണ് കണ്ടെത്തിയത്. അന്വേഷണം ആരംഭിച്ചു പോലീസ്. പാകിസ്ഥാനിൽ അതിശക്തമായ മഴയിൽ 87 മരണം. കനത്ത മഴയിൽപ്പെട്ട് 82ഓളം പേർക്ക് പരിക്ക്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് 3000ഓളം വീടുകൾ ഭാഗികമായോ പൂർണ്ണമായോ തകർന്നു. ഭക്ഷ്യസുരക്ഷയിൽ പാകിസ്ഥാന് മുന്നറിയിപ്പുമായി റഷ്യ. അരി കയറ്റുമതിയിൽ ക്വാറന്റൈൻ ചെയ്ത ജീവിയെ കണ്ടെത്തിയതിനെ തുടർന്ന് അരി ഇറക്കുമതി നിരോധിക്കുമെന്ന് മുന്നറിയിപ്പ്. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.